ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചീര കൊണ്ട് ഒരു കറി വയ്ക്കാൻ പോവാം കേട്ടോ. അതിന് കൂട്ടത്തിൽ ചക്കക്കുരു ആണ് ഇടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തേങ്ങ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചക്കക്കുരുവും ചീരയും ഇങ്ങനെ കറി വയ്ക്കാൻ നോക്കാം. തേങ്ങ അരയ്ക്കാത്ത കറി ഇഷ്ടപ്പെടുന്നവർക്കായിട്ടാണ് കേട്ടോ ഇതിൽ കൂടുതൽ. എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കഴുകിയെടുത്ത ചീര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുരണ്ടി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 പച്ചമുളകും ഒരു ചെറിയുള്ളി. നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വറവിടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുക കേട്ടോ. കുക്കറിലാണ് നമ്മൾ ചക്കക്കുരു വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഒന്ന് ഈസി ആയിട്ട് വെന്ത് കിട്ടും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ അധികം ചക്കക്കുരു എടുക്കാഞ്ഞാൽ മതി കേട്ടോ. കുറച്ച് ചക്കക്കുരു എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 3 പച്ചമുളകുള്ളൂ എടുത്തിട്ട്, കാരണം ചീര വളരെ കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചക്കക്കുരുവിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ചക്കക്കുരു വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. എന്നിട്ടൊരു തവി ഉപയോഗിച്ചിട്ട് ഈ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഉടച്ച് കൊടുക്കുമ്പോൾ ഒരു ഗ്രേവി പോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, കുറന്നിന് കിട്ടിയില്ലേ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് കറി വേണ്ടിച്ചാൽ അത്രയും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. നമ്മുടെ ചീര ഈ കഞ്ഞിവെള്ളത്തിലും ചക്കക്കുരുവിലും കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ലേശം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഉള്ളി പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ. ബായ്.